ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റിൽ ഓസ്ട്രേലിയയ്ക്ക് ആധികാരിക ജയം. 10 വിക്കറ്റിനാണ് ഓസീസ് ഇന്ത്യയെ തകർത്തത്. ഇതോടെ പരമ്പരയിൽ ഓസ്ട്രേലിയ ഇന്ത്യക്കൊപ്പമെത്തി. രാകേഷ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഒരു തരത്തിലും ഒരു മേധാവിത്വവും ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് പുലർത്താനായിരുന്നില്ല. ബാറ്റിംഗ് നിര അപ്പാടെ തകരുന്നു. ഇപ്പോൾ വലിയൊരു പരാജയത്തിലേക്കും. എന്തൊക്കെയാണ് സംഭവിച്ചത്? രഞ്ജിത്ത്, പെർത്ത് ടെസ്റ്റിൽ നേടിയ ആധികാരിക വിജയത്തിന്റെ ആത്മവിശ്വാസമായാണ് ഇന്ത്യ ഏതായാലും അഡ്ലൈഡിൽ ഇറങ്ങിയതെങ്കിൽ ഇന്ത്യക്ക് അടിതെറ്റുന്നതാണ് കണ്ടത്. 10 വിക്കറ്റിനാണ് ഇപ്പോൾ ഓസ്ട്രേലിയയോട് ഇന്ത്യ തോറ്റിരിക്കുന്നത്. സമസ്ത മേഖലയിലും ആധിപത്യം പുലർത്തിക്കൊണ്ടാണ് ഓസീസ് രണ്ടാം ടെസ്റ്റിൽ വിജയിച്ചതിനൊപ്പം തന്നെ ടൂർണമെന്റിലേക്ക് തിരിച്ചു വരികയും ചെയ്തത്. ഇന്ത്യൻ ബാറ്റിംഗ് നിര അപ്പാടെ തകരുന്നതാണ് അഡ്ലൈഡിൽ കണ്ടത്. കാരണം ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 180 റൺസിന് ഓൾ ഔട്ടായി. രണ്ടാം ഇന്നിംഗ്സിൽ ഇപ്പോൾ 175 റണ്ണിനും ഇന്ത്യ ഓൾ ഔട്ടായിരിക്കുന്നു. അതായത് ഇന്നലെ തന്നെ ചിത്രം ഏതാണ്ട് വ്യക്തമായിരുന്നു. പ്രത്യേകിച്ച് 128 റണ്ണിന് 5 വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായിരുന്നു ഇന്നലെ കളി അവസാനിക്കുമ്പോൾ. ഇന്ന് ഏതായാലും മത്സരം വീണ്ടും ആരംഭിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷ മുഴുവൻ ഋഷഭ് പന്ത് ഒപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി കൂട്ടുകെട്ട്, അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് മത്സരം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഋഷഭ് പന്തിന്റെ വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് സ്വന്തമാക്കി. 28 റൺസ് എടുത്ത് ഋഷഭ് പന്ത് ഔട്ടായി. അതിനുശേഷം പിന്നീട് വന്ന ആർക്കും കാര്യമായ ഒരു സംഭാവനയും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാം ഇന്നിംഗ്സിലും ആദ്യ ഇന്നിംഗ്സിലേത് സമാനമായി നിതീഷ് കുമാർ റെഡ്ഡി തന്നെയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. 42 റൺസ് നിതീഷ് കുമാർ റെഡ്ഡി നേടി. ആദ്യ ഇന്നിംഗ്സിലും നിതീഷ് കുമാർ 42 റൺസ് നേടിയിരുന്നു. അങ്ങനെ 175 റൺസിന് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ പുറത്താവുകയാണ് ചെയ്തത്. ഓസ്ട്രേലിയക്ക് രണ്ടാം ഇന്നിംഗ്സിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് കേവലം 18 റൺസ് മാത്രമാണ്. അങ്ങനെ വിക്കറ്റ് നഷ്ടമൊന്നും കൂടാതെ തന്നെ 19 റൺസ് കൂട്ടിച്ചേർത്തുകൊണ്ട് ഏതായാലും അഡ്ലൈഡിൽ ഓസ്ട്രേലിയ വിജയം സ്വന്തമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയുടെ ബൗളിംഗ് നിര മികച്ച പ്രകടനം കാഴ്ചവെച്ച മത്സരം കൂടിയായിരുന്നു അഡ്ലൈഡിലേത്. കാരണം ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയെ തകർത്തത് മിച്ചൽ സ്റ്റാർക്കായിരുന്നു. 6 വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് ആദ്യ ഇന്നിംഗ്സിൽ സ്വന്തമാക്കിയപ്പോൾ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് 2 വിക്കറ്റ്, ബോളണ്ട് 2 വിക്കറ്റ് നേടി. രണ്ടാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് ആണ് കൂടുതൽ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ തകർത്തത്. അതായത് കമ്മിൻസ് 5 വിക്കറ്റ് നേടിയപ്പോൾ ബോളണ്ട് 3 വിക്കറ്റും സ്റ്റാർക്ക് 2 വിക്കറ്റും സ്വന്തമാക്കുകയും ചെയ്തു. ഏതായാലും ഈ വിജയത്തോടു കൂടി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 1ാം സ്ഥാനത്തേക്ക് ഓസ്ട്രേലിയ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മത്സരം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് വരെ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഇന്ത്യ ഉണ്ടായിരുന്നെങ്കിൽ ഓസ്ട്രേലിയ ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്ത്യ ആകട്ടെ ആദ്യ 2 സ്ഥാനങ്ങളിൽ നിന്ന് താഴോട്ടിറങ്ങിയപ്പോൾ ഇന്ത്യ 3ാം സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. അതായത് 2ാം സ്ഥാനത്ത് ഇപ്പോൾ 64 പോയിന്റുമായി സൗത്ത് ആഫ്രിക്കയാണ് ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പട്ടികയിൽ ഇപ്പോൾ ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, രാകേഷ് വിവരങ്ങൾ പങ്കുവച്ചു.